എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാതകവശാൽ നല്ല സമയവും ഇവരുടെ തലവര മാറുന്ന സമയവുമാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക്. എക്കാലത്തെയും മികച്ചൊരു സമയം ഇവർക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ലഭിക്കുന്നു. ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് അപ്രതീക്ഷിതമായി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇനിയുള്ളത്. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ആദ്യം തന്നെ ഭാഗ്യശാലികളായ ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ജാതകവശാൽ ഏറ്റവും അനുകൂല സമയം ആയതുകൊണ്ട് തന്നെ ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പല ദോഷങ്ങളും ഇവരിൽ നിന്ന് വിട്ടൊഴിയുകയും നല്ല വാക്കുകൾ മൂലം മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാനും സാധിക്കുന്ന ദിവസങ്ങളാണ് ഇവരുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. ധനനേട്ടങ്ങൾക്കും ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ രംഗവും ബിസിനസ് രംഗവും ഏറ്റവും ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയം കൂടിയാണ്. ഇവരെ അലട്ടുന്ന പലവിധ രോഗങ്ങളും ഇവരിൽ നിന്ന് വിട്ടൊഴിയുന്ന സാഹചര്യമാണ്. പല ദുഃഖങ്ങളും മനസ്സിന് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാൻ ഇനി ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ പൊതുപ്രവർത്തകർക്ക് നല്ല ദിവസങ്ങളാണ് വരുന്നത്. പൊതുജന മധ്യത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും മോചിതനാകും. വിവാഹ ആലോചനകൾക്ക് നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്കും അവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. ഭരണി നക്ഷത്രത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് സന്തോഷവും ഭാഗ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിക്കും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്തും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടക്കും. സഹോദരങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. അവരുമായി ചേർന്ന കൂട്ടു ബിസിനസ്സിൽ വൻ ലാഭം കൊയ്യാൻ സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നോക്കേണ്ടത്. അധികാരസ്ഥാനത്തുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അധികാരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ സ്വന്തം കൈകളിലേക്ക് വരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. നേതൃരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ധനപുഷ്ടി ഉണ്ടാകും. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിത്തുടങ്ങും. വഴിയാത്രയ്ക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ഇറക്കുന്നവർക്ക് അതിൻ്റെ ഇരട്ടി ലാഭം കൊയ്യാൻ കഴിയുന്ന സമയമാണ് വരുന്നത്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിത്തുടങ്ങും. ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്തായി ജോലിക്കായിട്ട് ശ്രമിക്കാൻ നല്ല സമയമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ
ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ജാതകവശാൽ നല്ല സമയം തെളിഞ്ഞു നിൽക്കുന്ന പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നമുക്ക് നോക്കാം. ഇവർക്കും നല്ല സമയം തന്നെയാണ്. നിലവിൽ 4-ൽ കേതുവും 5-ൽ ശുക്രനും 6-ൽ കുജനും 7-ൽ ആദിത്യൻ ബുധൻ 9-ൽ ശനി 10-ൽ രാഹു 11-ൽ വ്യാഴം. ഇതാണ് ഇവരുടെ നിലവിലത്തെ ഗ്രഹനില. ഇതൊരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ വിരോധങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങാനും സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങാനും വഴി തെളിക്കുന്ന ദിവസമാണ്. ഇവരുടെ ജാതകത്തിലെ ഏറ്റവും മികവുറ്റ സമയമായതുകൊണ്ട് ഇവർക്കൊരു വിദേശ ജോലിക്കും ഒരുപാട് ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബുദ്ധിസാമർഥ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ നേടിയെടുക്കും. പൊതുവെ കലഹസ്വഭാവം ഉണ്ടായിരുന്ന ഇവർക്ക് ഈ ഒരു സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേകം ചികിത്സകൾ വേണം. കൂടുതൽ കാൽനട യാത്രകൾ വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമായിരിക്കും. ചഞ്ചല മനസ്സായിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കും. വാദബന്ധിയായ വേദനകൾ മാറിത്തുടങ്ങും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകുന്ന ദിവസങ്ങളാണിവർ. ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥത എന്തെന്നറിയുന്ന ദിവസങ്ങളാണ് വരുന്നത്. പുതിയ ഗൃഹനിർമ്മാണത്തിന് ശ്രമിക്കുന്നവർക്കും സാഹചര്യം അനുകൂലമാണ്. സഹോദര ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതെ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. മക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറിത്തുടങ്ങും. കാര്യസാധ്യങ്ങൾ പ്രതീക്ഷിക്കാം. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ കലഹവാസനകൾ കൂടുതലായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായിട്ട് അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ അവസരങ്ങൾ ലഭിക്കും. നാൽക്കാലി വളർത്തൽ ലാഭത്തിൽ കലാശിക്കും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം മെച്ചപ്പെടും. ദൂരയാത്രകൾ വേണ്ടിവരും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മനോദുഃഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ദൂരയാത്ര വേണ്ടിവരും. അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ അനുഭവയോഗ്യമാകും. അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും. വാതരോഗങ്ങൾ, പ്രമേഹം ഇവ ശ്രദ്ധിക്കണം. മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കിടയുണ്ട്. അതുപോലെ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കുള്ള താമസം നീങ്ങിക്കിട്ടും. ബാങ്ക് ലോൺ തുടങ്ങിയവയ്ക്കും ഉള്ള കാലതാമസങ്ങൾ മാറും. കർമ്മമണ്ഡലം മെച്ചപ്പെടും. തൊഴിൽ സ്ഥലത്ത് കലഹം, അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം. ഗൃഹ ഉപകരണങ്ങൾ കേടുപാട് വരാൻ സാധ്യതയുള്ളത് കൊണ്ടും അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനാഗമങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകും. അതുപോലെ 4-ൽ ആദിത്യനും കുജനും ബുധനും എല്ലാം അനുഗ്രഹം വാരിക്കോരി ചൊരിയുന്ന ദിവസങ്ങളായതുകൊണ്ട് ഇവരുടെ സഹോദരങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. മക്കളെ കൊണ്ട്
സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് വരുന്നത്. കുറേയൊക്കെ കാര്യസാധ്യങ്ങൾ ഇവർക്ക് കൂടുതലായിട്ട് ലഭിക്കും. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കും. ആദരവും അംഗീകാരവും ലഭിക്കും. അതുപോലെ വലിയ ദുഃഖങ്ങൾ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. അവിചാരിതമായിട്ട് ധനം വന്നു ചേരും. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.